ദൈവജനമേ, ആബാ പിതാവ് മോശ വഴി നമുക്ക് നൽകിയ 10 കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 10 എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം. ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം. ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം. നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് 10 കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ, വളരെ താല്പര്യത്തോടെ തയ്യാറെടുക്കാം. നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി. ദൈവജനമേ, തിരുസഭയുടെ 10 കൽപ്പനകളെക്കുറിച്ചുള്ള പഠനധ്യാനത്തിൽ 9ാം കൽപ്പന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നാണ്. ഈ കൽപ്പന കേവലം ബാഹ്യമായ പ്രവൃത്തികളെ ആസ്പദമാക്കിയുള്ളത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ആന്തരിക വികാരങ്ങളെയും നിയന്ത്രിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ശുദ്ധീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ്, ആവശ്യകതയാണ് ഇവിടെ എടുത്തു പറയുക. കാരണം മനുഷ്യൻ്റെ പാപം ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ്. കർത്താവായ ഈശോ പഠിപ്പിച്ചത് ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്നാണ്. മത്തായി 15:19 ഈശോ ഈ കൽപ്പനയെ കൂടുതൽ ആഴത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സ്ത്രീയെ ദുർമോഹത്തോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞുവെന്ന്. മത്തായി 5:28. അതേപോലെ തന്നെ ഒരു സ്ത്രീ പുരുഷനെ ദുർമോഹത്തോടെ നോക്കിക്കഴിഞ്ഞാൽ അവളും ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ് സഹോദരങ്ങളെ. പാപത്തിൻ്റെ വേരുകൾ നമ്മുടെ ചിന്തകളിലാണെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആന്തരിക ലോകം, നമ്മുടെ ഹൃദയത്തിൻ്റെ ലോകം, നമ്മുടെ ആത്മാവിൻ്റെ ലോകം പരിശുദ്ധമാക്കാനാണ് 9ാം കൽപ്പന നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. സർപ്പത്തിൻ്റെ എന്ന പോലെ പാപത്തിൽ നിന്നും ഓടിയകലുവാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. കണ്ണില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് കണ്ണുണ്ടായിട്ട് പാപം ചെയ്ത് നരകത്തിൽ പോകുന്നതിനേക്കാൾ അഭികാമ്യം. വിശുദ്ധരുടെ വാക്കുകൾ ഈ വിഷയത്തിൽ കൂടുതൽ വെളിച്ചം നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ പത്രോസ് കാനീഷ്യസ് പറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ പാപചിന്തകളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കണ്ണുകളെ ദൈവത്തിലേക്ക് ഉയർത്തി അവിടുത്തെ പരിശുദ്ധിയിൽ അഭയം തേടുന്നതാണ് എന്ന്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദാരിദ്ര്യത്തിലും വിരക്തിയിലും ജീവിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചത് ഭൗതികവും ശാരീരികവുമായ ആസക്തികളിൽ നിന്ന് വിട്ടുനിന്ന് ദൈവത്തിൽ മാത്രം സന്തോഷം കണ്ടെത്തുവാനാണ്. ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക മതബോധന ഗ്രന്ഥം 9ാം കൽപ്പനയെ ശരീരത്തിൻ്റെ ആസക്തി, കണ്ണിൻ്റെ ആസക്തി, ജീവിതത്തിൻ്റെ അഹന്ത എന്നിങ്ങനെ 3 തരത്തിലുള്ള ആസക്തികളുമായി ബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്നു. ജഡിക ആസക്തികളെ നിരോധിക്കുന്നതിലൂടെ ഈ കൽപ്പന നമ്മുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും നാം നിയന്ത്രിച്ചില്ലെങ്കിൽ പാപത്തിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, നീ പാപം ചെയ്യുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നീ പാപചിന്തകളെ സ്വീകരിക്കുമോ എന്ന് സ്വയം ചോദിക്കുക. കാരണം പാപചിന്തകളാണ് പാപപ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുക. ബി ഹോളി ആസ് ഐ ആം. വിശുദ്ധരായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് അനുദിനം നമ്മുടെ ഡെയിലി മിഷനായിട്ട് നാം നിറവേറ്റേണ്ടത്. ഈ മിഷൻ സ്വർഗീയ ലബ്ധി എന്നുള്ള വിഷനിലേക്ക് നമ്മെ നേർവഴിക്ക് നടത്തേണ്ടതാണ്. സഹോദരങ്ങളെ, 9ാമത്തെ കൽപ്പന നമ്മെ വിളിക്കുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലേക്കാണ്. നാം നിരന്തരമായ ഒരു ആത്മീയ പോരാട്ടത്തിലാണെന്നുള്ളത് തിരിച്ചറിയണം. നമ്മുടെ ആസക്തികൾക്കും മോഹങ്ങൾക്കും എതിരെ നാം പോരാടണം. ഈ പോരാട്ടത്തിൽ നമുക്ക് തുണയാകുന്നത് പ്രാർത്ഥനയും കൂദാശകളും സഭാ പഠനങ്ങളുമാണ്. പരിശുദ്ധി എന്നത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കൃപയാണ്, ഒരു ദാനമാണ്. വിശുദ്ധ മറിയം തെരേസ നമുക്കൊരു മാതൃകയാണ്. ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസ്തതയും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ അവർ നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നമ്മുടെ ഹൃദയങ്ങൾ, സഹോദരങ്ങളെ, അവരുടെ ഭർത്താവിനെയോ അവരുടെ ഭാര്യയെയോ ഭൗതിക വസ്തുക്കളെയോ മോഹിക്കാൻ കാരണമാകാതിരിക്കട്ടെ. പകരം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. അവിടുത്തെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ, അവരിൽ കർത്താവിനെ കാണാൻ, അവരെ അനുഗ്രഹിക്കാൻ
നമുക്ക് ഉള്ള കൃപയ്ക്ക് വേണ്ടി ആ കൃപ നമുക്ക് ലഭിക്കുവാൻ, അധികമായി ലഭിക്കുവാൻ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിൽ മാത്രമേ നാം പൂർണ്ണ വിശുദ്ധിയിലേക്ക് വളരുകയുള്ളൂ.